ക്രിപ്റ്റോ വിത്ത് രാജേഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. കാരണം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ. കാരണം ഞാനിത് എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ എക്സ്പീരിയൻസും എന്നോട് പറഞ്ഞൊരു വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. കാരണം നിങ്ങൾ ട്രേഡിംഗ് എന്നും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെന്ന് വീഴുന്ന ഒരു ട്രാപ്പുണ്ട്. ആ ട്രാപ്പിൽ കിടന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രാപ്പിലോട്ട് പോവേ ഉള്ളൂ. അതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ, അതായത് ഒട്ടുമുക്കാൽ, അതായത് ഈ ഇന്ന് മാർക്കറ്റിലുള്ള ഒരു 95% ആൾക്കാരും ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്യാംബ്ലിംഗ് എന്നാണ് വിശ്വസിക്കുന്നത്. ട്രേഡിംഗ് ഈസ് ഈക്വൽ ടു ഗ്യാംബ്ലിംഗ്. പെട്ടെന്ന് റിച്ച് ആവാനുള്ള ഒരു സ്കീമായിട്ട് കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്നതാണ് ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അല്ല, ബാക്കിയുള്ള 5% ആണെങ്കിൽ നിങ്ങളും കണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേര് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ്ലി ഒരു കാര്യം ഞാൻ പറയാം. ഇത് എനിക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് തന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ പേരോ ഡീറ്റെയിൽസോ സ്ക്രീൻഷോട്ടോ ഒന്നും ഞാനിവിടെ കാണിക്കാൻ പോകുന്നില്ല. പുള്ളിയുടെ ഓഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. സോ ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ലെങ്തി ആയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. പുള്ളിയുടെ ഓഡിയോ മാത്രം തന്നെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ അതിനെ സമ്മറൈസ് ചെയ്തും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓവറായിട്ട് നമ്മൾ ഓരോരോ പ്രൊജക്റ്റുകളിൽ ഇപ്പോൾ നമുക്കത് ഹോപ്പില്ലാത്ത സാധനങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ചെയ്ത് പിന്നെ ഫണ്ട് ഇറക്കിയിട്ടാണെങ്കിൽ കുറെ കോയിൻസ് വാങ്ങിയിട്ട് അങ്ങനെ കുറേ നഷ്ടങ്ങൾ മാത്രം കിട്ടും. ഈ പൈസയൊക്കെ പറഞ്ഞാൽ കയ്യിലുള്ള പൈസ അതൊന്നുമല്ല. അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ടും ഒപ്പിച്ചിട്ടും അങ്ങനത്തെ പൈസക്കൊക്കെ ഈ യൂട്യൂബിലുള്ള തള്ളി മറിച്ച് കുറച്ച് മുന്നേ കൂടെ നോക്കിയാൽ മനസ്സിലാവും യൂട്യൂബിൽ വിപ്ലവം എന്നല്ലോ. മറ്റേ അത് കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്യുക, മറ്റേ ടിയ വാങ്ങി ഹോൾഡ് ചെയ്യുക, അത് വാങ്ങി സ്റ്റേക്ക് ചെയ്യുക, മറ്റേ വാങ്ങി ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ആ ഒരു ട്രെൻഡ് നല്ല മുന്നേ നമ്മളിത് ഈ 20-25 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് ഇനിയിപ്പം ഫാമിലിയൊക്കെ ഉള്ള ആളാണ്. ഫാമിലിയിലെ ആളാകുമ്പോൾ ബ്രോക്കറിനോട് അങ്ങനെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞൊന്നും ഉണ്ടല്ലോ. അപ്പോ നാളെ എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് ചിന്തിച്ചതാണ് എന്റെ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് ബിറ്റ് കോയിൻ അല്ലേ, BTC ബിറ്റ്സ് എന്നുള്ള സംഭവം അപ്പോൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ കുലാമന്തോളം ചുക്കൂർ എന്നൊക്കെ പറഞ്ഞ അവനൊക്കെ ആൾക്കാർ വെട്ടിപ്പോകുന്ന സംഭവം കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഫസ്റ്റ് ടൈമേ തുടങ്ങിയത് ബിറ്റ് കോയിൻ എന്നുള്ള സംഭവം 2016-2017 ആ ഒരു ട്രെൻഡിലുള്ള സമയത്തുള്ളതാണ് ഈ സംഭവം. അതിന് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് അന്നൊക്കെ ക്രിപ്റ്റോയില് വളരെ കുറവാണ്. ക്രിപ്റ്റോയെ പറ്റി നോളജോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അന്ന് വാങ്ങി ഒരു BTC വാങ്ങാൻ ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം രൂപയുടെ ചെലവുള്ളത്. അന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് സെറ്റ് ആയിരുന്നു. നല്ലത് നമുക്ക് ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞത് പുള്ളിയുടെ എല്ലാ സമ്പത്തും പോയിട്ടുണ്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി. അതായത് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു 1.5 വർഷം ബാക്ക്, അത് 1.5 വർഷം മുന്നേ നമ്മുടെ യൂട്യൂബിൽ ഒരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇന്ന കോയിൻ സ്റ്റേക്ക് ചെയ്യൂ, ഇന്ന കോയിന് വാങ്ങി സൂക്ഷിക്കൂ, ഇന്ന കോയിന് നിങ്ങൾക്ക് 100x നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് പേര് വീഡിയോസ്, ഞാൻ സ്റ്റേക്കിംഗ് വീഡിയോസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ താല്പര്യമുള്ള മണി മാത്രമേ നിങ്ങൾ ഇടാവൂ. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിടരുത്. നിങ്ങളുടെ സ്വന്തം സമ്പാദ്യത്തിൻ്റെ 10% മാത്രമേ ഇടാവൂ എന്നൊക്കെ ഞാൻ ഗൈഡ് ലൈൻസ് കൊടുക്കുമായിരുന്നു. പക്ഷേ എന്നാലും വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് മാർക്കറ്റിലുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും തിരുത്താനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് മതി നിങ്ങളുടെ ജീവിതം രക്ഷിക്കാൻ. ഈ ഒരു 5000 രൂപയിട്ട് 5 കോടി ഉണ്ടാക്കിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ തംബ്നെയിലൊക്കെ ഉണ്ടാക്കി അച്ചടിച്ചിറക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് മാർക്കറ്റിലുണ്ട്. നിങ്ങൾ അവരുടെ ഒരു ഇതിലും ചെന്ന് വീഴരുത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു നെറ്റ്വർക്കിംഗ് സ്കീമിൻ്റെ പാർട്ടായിട്ട് ചുമ്മാ അനാവശ്യമായിട്ട് പ്രോജക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ഫ്രാങ്ക് ആയിട്ട് വെട്ടി തുറന്ന് പറയാം, ക്രിപ്റ്റോ സ്പേസിൽ ബിറ്റ് കോയിൻ അല്ലാതെ വേറെ ഒരു പ്രോജക്റ്റും ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. അതായത് നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ഇത്രയും നാളായിട്ട് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരേ ഒരു പ്രോജക്റ്റ് ബിറ്റ് കോയിൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു പ്രോജക്റ്റും അത്രയും കയറിയിട്ടില്ല. അതിന് വ്യക്തമായ പ്രൂഫ് നിങ്ങളെ ഓരോ പ്രോജക്റ്റും എടുത്ത് പഠിച്ചോ. കാരണം ബിറ്റ് കോയിൻ അല്ലാതെ വേറെ ഒരു പ്രോജക്റ്റും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിറ്റ് കോയിനിൽ ഓണർ ഇല്ല. ബാക്കിയുള്ള എല്ലാ പ്രോജക്റ്റുകൾക്കും ഓണറുണ്ട്. ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ് വരുന്ന 99% പ്രോജക്റ്റുകളും സ്കാമാണ്. ദയവ് ചെയ്ത് അതിൻ്റെ പുറകിലൊന്നും പോവരുത്. ഇത് ആരോട് പറയാൻ? വീഡിയോ ചെയ്താൽ നീ ആരടാ, നീ നിനക്ക് ഡീസെൻട്രലൈസേഷൻ എന്തറിയാം, ഡീസെൻട്രലൈസേഷനെ കുറിച്ച് നിനക്കെന്ത് തേങ്ങ അറിയാമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ടീമുകൾ
1 വർഷം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ബ്രോ അബദ്ധം പറ്റി, അന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ നിന്ന് ചാടി, എൻ്റെ കുറേ പൈസ പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഒരു കമ്പനിയും ചുമ്മാതെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ ഒരവസരം തരൂല. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർക്കൊരു ടാർഗറ്റ് കാണും. എത്ര പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ ഇതേപോലെ നെറ്റ്വർക്കിംഗ് സ്കീമുകൾ. പിന്നെ സ്റ്റേക്കിംഗ് ആണെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ട്രേഡിങ്ങിൽ ഏത് ഒരു ട്രെൻഡ് വരുന്നോ ആ ട്രെൻഡിൻ്റെ ആദ്യത്തിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏതൊരു ട്രെൻഡാണെങ്കിലും ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഞാൻ ചാർട്ട് അനാലിസിസ് അല്ല പറയുന്നത്. മറ്റ് ഈ പറയുന്ന എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, പാസീവ് ഇൻകം ആയിക്കോട്ടെ, സ്റ്റേക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും. അതായത് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ആ ഒരു ട്രെൻഡിൽ പോയിട്ട് വലിയ എമൗണ്ട് ഇട്ടിട്ട് ഇപ്പോഴും ലോക്കായി കിടക്കുവാണ്. അതിൽ പിന്നെ മെറ്റാവേഴ്സ് കയറി വന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് സ്റ്റേക്കിങ്ങിൽ ടിയ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ ഇപ്പോഴും ലോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിയ എന്നൊക്കെ പറയുന്ന അങ്ങനെ അത് എയർ ഡ്രോപ്പ് കൊടുത്തതാണ് പല പ്രോജക്റ്റുകളും. ഇപ്പം ഞാൻ ഉൾപ്പെടെ പല എയർ ഡ്രോപ്പിൻ്റെ പുറകിലും പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എവിടെ എക്സിറ്റ് ആവണമെന്ന് അറിയാം. മനസ്സിലായില്ലേ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ഇദ്ദേഹം ഇട്ട ഫണ്ട് പലതും ലോക്കായി ഒടുക്കം ഒരാവശ്യം വന്ന സമയത്ത് അതിൻ്റെ 4 ഇരട്ടി ലോസിൽ അദ്ദേഹം അതിനെ വിറ്റ് എടുത്ത്. ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങളൊരു $100 ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഇട്ടു. ഒരു 4 മാസം 5 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ $100 അവിടെ കിടന്നുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ആ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ $1 $1.5 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആ $100 വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ കോയിൻ്റെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നിങ്ങൾക്ക് ഇന്നത് $35 വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് 35 വിഡ്രോ എടുത്തു, നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം നടത്തി. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോസ് $75 3 മാസമാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചതി. ഇതാരും പറഞ്ഞു തരത്തില്ല. അതായത് ഒരാളുടെ ലോസ് മാത്രമേ മറ്റൊരാളുടെ പ്രോഫിറ്റ് ആവുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരു പ്രോജക്റ്റിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രോജക്റ്റ് വാങ്ങിക്കാൻ നാളെ ആളുണ്ടാകുമോ? നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ ഒരു ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഈ പറയുന്ന ദൈവതുല്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയോ ചിലപ്പോൾ പറയും ഇന്ന ഒരു പ്രോജക്റ്റ് വാങ്ങിച്ചോ നാളെ രക്ഷപ്പെടുമെന്ന്. അത് പറയുമ്പോൾ നിങ്ങളുടെ ഫുള്ള് സമ്പത്തും വിറ്റ് പലിശയ്ക്കും എടുത്ത് എല്ലാം കൊണ്ടിട്ട് അതിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ലാസ്റ്റ് ആ പ്രോജക്റ്റ് ലോസായ ഈ വ്യക്തി കൈമലത്തും. നിങ്ങളുടെ സുഹൃത്ത് പറയാം അയ്യോ അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന യൂട്യൂബർ ആണെങ്കിൽ ആ യൂട്യൂബർ ആണെങ്കിലും പറയും അയ്യോ അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന്. അവർക്ക് അവിടെ ഒന്നും നഷ്ടമില്ല. അവരുടെ സമ്പാദ്യത്തിലെ 10% ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് കേട്ടും കൊണ്ട് എടുത്തു ചാടി നിങ്ങളുടെ ഫുൾ സ്വത്തും വിറ്റിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ലോസ് വരുന്നത് നിങ്ങൾക്കാണ്. ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് മേടിച്ചു. ഇപ്പോൾ ഞാനൊരു കോയിൻ ഇറക്കി. ഇപ്പോൾ CR എന്ന് പറയുന്നൊരു കോയിൻ ഞാൻ നാളെ മാർക്കറ്റിൽ ഇറക്കി. എന്നോടുള്ള ആരാധന കൊണ്ട് നിങ്ങൾ മേടിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ മേടിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ CRന് മാർക്കറ്റിൽ എന്ത് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റിൽ അത് എന്ത് ചെയ്യുന്നു? വൈ CR എന്ന് പറയുന്ന പ്രോജക്റ്റ് മാർക്കറ്റിൽ നിൽക്കണം? ഞാൻ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ടോ? അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ ആൾക്കാർ മേടിക്കാൻ പാകത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് ചുമ്മാ നാളെ CR വാങ്ങിച്ചു വെച്ചിട്ട് നാളെ ഇത് വില കയറുമെന്ന് പറഞ്ഞാൽ, വില കയറണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാറ്റേഴ്സ്. അതായത് ഒരാൾ വാങ്ങിക്കാൻ വേണം വില കയറണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ കുറേ കല്ലെടുത്ത് വീട്ടിനകത്ത് റൂമിനകത്ത് കൊണ്ട് പൂട്ടിയിട്ടിട്ട് പറയുകയാണ് നാളെ ഈ കല്ലിന് വില കൂടുമെന്ന് പറഞ്ഞാൽ, അത് ഗോൾഡ് ആണെങ്കിൽ ശരി വില കൂടും, ആൾക്കാർ വാങ്ങിക്കും. സിൽവർ ആണെങ്കിൽ ശരി, ഈ ഇരുമ്പാണെങ്കിൽ ശരി, കോപ്പർ ആണെങ്കിൽ ശരി. വെറും കല്ല് തറ കിടക്കുന്ന കല്ല് വാരിയിട്ടാൽ നാട്ടുകാർ പറയാം ആ കല്ല് ഇവിടെ പ്ലന്റി, ഒരുപാട് കല്ല് റോട്ടിൽ കിടപ്പുണ്ട്, പിന്നെ നിന്റെ കല്ല് എന്തിനു നമുക്കെന്ന്. കല്ല് വിറ്റ് അമേരിക്ക ഒരുപാട് ഫൂൾ ചെയ്തൊരു നാടാണ് നമ്മുടെ ലോകം. മനസ്സിലായില്ല? അതൊക്കെ പഴയ ഹിസ്റ്ററി. ആ സെയിം സാധനം തന്നെ ഇപ്പോഴും മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അനാവശ്യ പ്രോജക്റ്റുകളിൽ തലയിടരുത്, അനാവശ്യ സ്കീമുകളിൽ പോവരുത്. പിന്നെ ഈ പുള്ളി അയച്ച മൊത്തം വോയിസ് കേൾക്കുകയാണെങ്കിൽ അറൗണ്ട് 15-20 മിനിറ്റ് ഉണ്ട്. അതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനത് സാരാംശത്തോടെ പറഞ്ഞുതരാം. പുള്ളി ക്രിപ്റ്റോയിലേക്ക് വരും മുമ്പേ പുള്ളിയുടെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് ക്യൂനെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊടുത്തായിരുന്നു. ക്യൂനെറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊരു 1ാം നമ്പർ ഫ്രോഡ് നെറ്റ്വർക്ക് കമ്പനിയാണ്. വെറും 5000 രൂപ 10000 രൂപയ്ക്ക് അകത്ത് പോലും വിലയില്ലാത്ത ഒരു പന്ന വാച്ച് അവന്മാർ 75,000 രൂപയ്ക്ക് ഒരാളെ അടിച്ചേൽപ്പിക്കുന്നു. അത് അവരും
അവർ 75,000 ഒന്നുമല്ല, അവർ 3,50,000 മുതൽ ഈ പുള്ളിയെ 7,00,000 സ്കീമിലാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. 7,00,000. എന്നിട്ട് ഈ പുള്ളിയുടെ കയ്യിൽ 7,00,000 ഒന്നും ഇല്ല. പുള്ളി പറഞ്ഞു പറ്റൂല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉള്ളത് മതി. അപ്പോൾ പുള്ളിയുടെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് ശ്രീധരൻ, അതായത് പുള്ളിയുടെ വൈഫിന് കൊടുത്ത ആ ഒരു ഗോൾഡ് കൊണ്ട് വിറ്റ്, ആ ഗോൾഡ് കൊണ്ട് വിറ്റ് 3,50,000 കൊണ്ട് ഇവർക്ക് കൊടുത്ത് ഇവരുടെ ഈ ഒരു പ്ലാനിലേക്ക് ജോയിൻ ചെയ്തു. 3,50,000. ഈ ഒരു 3,50,000 കൊടുത്ത് ജോയിൻ ചെയ്ത് ഇവരുടെ പ്ലാനിലേക്ക് വന്നു. എന്നിട്ട് ആദ്യത്തെ 3 മാസം ഇവർ ജസ്റ്റ് ഇവരുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു, ഈ ഒരു ജോയിനിങ്ങിനെ പറഞ്ഞു കൊടുക്കുന്നു, കൈ കൊട്ടുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു, പട്ടിയെ പോലെ പണിയെടുക്കുമ്പോൾ രാജാവിനെ പോലെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളുന്നു. 3 മാസം കഴിയുമ്പോഴാണ് ഈ ഒരു പുള്ളി ഫാക്റ്റ് മനസ്സിലാക്കിയത്. ഞാനും ഇതേപോലെ 3,00,000 അല്ലെങ്കിൽ 4,00,000 ഓർ 7,00,000 10,00,000 ഇടാൻ കെൽപ്പുള്ള ആൾക്കാരെ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിതിൽ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് റീഫണ്ട് വേണമെന്ന്. അപ്പോൾ റീഫണ്ട് വേണമെന്ന് പറയുമ്പോൾ അവർ പറയും ആദ്യത്തെ 20 ദിവസത്തിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ റീഫണ്ട് കമ്പനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇത് പറ്റൂലെന്ന്. ഇദ്ദേഹത്തിന് അന്ന് ചെറിയൊരു ബുദ്ധി ഉള്ളതുകൊണ്ട് വേറെ ആരെയും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഭയങ്കര ദുരന്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, കാരണം പൈസ പോയി കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. എനിക്കറിയാം, ഐ ആം എ നെറ്റ്വർക്കർ. എനിക്ക് നല്ലപോലെ അറിയാം. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരു 2-3 വർഷം വർക്ക് ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതായത് 2020 ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇനി നെറ്റ്വർക്ക് ചെയ്യത്തില്ല എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ ബാഡ് ആയതുകൊണ്ടല്ല. ഇവിടെ ഉള്ള കമ്പനി, ഇന്ത്യയിലുള്ള കമ്പനി, ഇവിടെ നമ്മളെ ഊറ്റാനും നമ്മൾ അവർക്ക് വേണ്ടി പണിയെടുപ്പിക്കാനും വേണ്ടി മാത്രമുള്ള കമ്പനികളല്ലാതെ ഇവിടെ ഒറ്റ ജെന്യുവിൻ കമ്പനി ഇല്ല. നിങ്ങൾ എന്തൊക്കെ എന്നെ തെറി വിളിച്ചോ, എന്തൊക്കെ പറഞ്ഞോ, ഞാൻ ഓപ്പൺലി പറയാം, നെറ്റ്വർക്കിംഗ് കമ്പനിയാണോ അവന്മാർ പ്ലാൻ മാറ്റും, അവന്മാർ നാളെ എടുത്തോണ്ട് പോവും. ആ ഒടുക്കം നിങ്ങൾ കിളി ഒടുക്കം ഇത് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരും ടീം വിട്ടു പോവും. ഇതെല്ലാം അനുഭവിച്ച് ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് കയറി വന്ന ഒരു വ്യക്തിയും കൂടെയാണ്. എനിക്ക് ഇന്നൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒടുക്കം ഈ പുള്ളി അതും സ്റ്റോപ്പ് ചെയ്തു. ഈ പുള്ളിയുടെ ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരുപാട് യൂട്യൂബേഴ്സിനെ ട്രസ്റ്റ് ചെയ്തു. പല യൂട്യൂബേഴ്സും പറയുന്ന കണക്ക് 50x 100x 200x 1000x എന്നൊക്കെ പറയുന്ന പല കോയിനിലും പോയി ഇൻവെസ്റ്റ് ചെയ്തു. പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രോഫിറ്റ് കിട്ടി. പക്ഷേ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസാണ് അറ്റ് ദ എൻഡ്. മനസ്സിലായില്ലേ? അതായത് പുള്ളി പലിശക്ക് എടുത്തു. പുള്ളി പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് എനിക്ക് നല്ലൊരു വിഷമം തോന്നി. അതായത് പുള്ളി ഒരു 25,000 രൂപ ബൈനാൻസിൽ ഇട്ടിട്ട് വിഡ്രോ ചെയ്യാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ അക്കൗണ്ട് ഫ്രീസായി. അപ്പോൾ പുള്ളിക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞു ഗുജറാത്ത് വഴി ഡീൽ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന USDTയുടെ ₹1 ഡിഫറൻസിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, നമുക്ക് അതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതായത് 90 എന്നുള്ള $, അതായത് USDT, US ഡോളർ അല്ല, നമ്മുടെ USDT 90 എന്നുള്ളത് ചിലപ്പോൾ നാട്ടിൽ 91 ആയിരിക്കും, അല്ലെങ്കിൽ 92 ആയിരിക്കും. അപ്പോൾ അവർ 90 വാങ്ങിച്ചിട്ട് 92 വിൽക്കും. അപ്പോൾ അത് ഈ പറയുന്ന 1,000 രൂപയും 10,000 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നടക്കൂല. അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം ആദ്യം പറഞ്ഞ് പുള്ളിയെ പാട്ടിലാക്കി കുറേ എമൗണ്ട് സെറ്റ് ചെയ്തു. അതായത് ആദ്യമൊക്കെ പ്രോഫിറ്റ് കൊടുക്കുമായിരുന്നു, പിന്നെ മുതലുമില്ല, പലിശയില്ല, ഒന്നുമില്ല. എന്നിട്ട് ഒന്നുമില്ല, ഒരു എമൗണ്ട് കൊടുത്തില്ല. എന്നിട്ട് പുള്ളി പലിശക്കെടുത്താണിത് ചെയ്തത്. അതായത് പുള്ളി പലിശക്കെടുത്തെന്ന് പറയുമ്പോൾ അറൗണ്ട് 5 ലക്ഷം രൂപയോളം പലിശക്കെടുത്തു. 5 ലക്ഷം രൂപയ്ക്കൊക്കെ പലിശ, വട്ടി പലിശക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു എമൗണ്ട് ആവും. 15,000 20,000 രൂപ, ചിലപ്പോൾ 30,000 രൂപ 40,000 രൂപയൊക്കെ പലിശ വരും. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മാസത്തിനകത്ത് നിങ്ങളുടെ വിഡ്രോവൽ പ്രോസസ്സ് ആകുമെന്നാണ്. ഇദ്ദേഹം അവരെ വിശ്വസിച്ചു. എന്നിട്ട് പലിശക്കാരനോട് പറഞ്ഞു നിങ്ങൾ ഈ പലിശ ഒന്ന് മുതലിൽ ആഡ് ചെയ്തോ, ഞാൻ അടുത്ത മാസം എടുക്കാമെന്ന്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ പലിശയും മുതലും എല്ലാം കൂടെ കൂടി അറൗണ്ട് 8 ലക്ഷം രൂപയായി. ആലോചിച്ച് കൊടുക്കാം. ഇപ്പം 3 വർഷമായി, ഇതുവരെ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തി വിഡ്രോവലും കൊടുത്തിട്ടില്ല. ഇപ്പോഴും പറയുന്നുണ്ട് കൊടുക്കാമെന്ന്. പുള്ളി കൊടുക്കുക ആ വ്യക്തിയുടെ വീട്ടിൽ പോയപ്പം പുള്ളിയുടെ വൈഫ് പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഈ ഒരു വ്യക്തിക്ക് പൈസ കൊടുത്തത്, പിന്നെ ഞാൻ എന്തിനറിയണം, എൻ്റെ അടുത്ത് എന്തിനു ചോദിക്കണം. അതെനിക്ക് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ ഒരാളത് കടം വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടം കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരിങ്ങനെ ചോദിക്കും. അവരുടെ വീട്ടുകാരടുത്തോ ബന്ധുക്കളുടെ അടുത്തോ നിങ്ങൾ പോയി ചോദിക്കുമ്പോൾ അവർ ചോദിക്കും. അവർ ന്യായമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇവിടെ തെറ്റ് മൊത്തം നമ്മുടെ ഭാഗത്താണ്. സോ എനിക്ക് പറയാനുള്ള അറ്റ് ദി എൻഡ് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുക തന്നെ വേണം.
പിന്നെ ഈ പറയുന്ന കടം വാങ്ങിച്ച് ട്രേഡ് ചെയ്യാം, പലിശക്കെടുത്ത് ട്രേഡ് ചെയ്യാം, ഭാര്യയുടെ ഉരുപ്പടി പണയം വെച്ചും വിറ്റും ട്രേഡ് ചെയ്യാം. ദയവേത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ദയവേത് ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത ഒരുപാട് എക്സാമ്പിൾസ് എനിക്കറിയാം. എന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ബിഗിനർ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഏത് പ്രൊജക്റ്റോ ഏത് കോയിനോ കയറിപ്പോട്ടെ, അവിടെ നിങ്ങളില്ല, നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യ്. ഒരു 2 വർഷം നട്ടെല്ലും തൻ്റെടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 വർഷം മാർക്കറ്റ് വാച്ച് ചെയ്യ്. ഒരു പ്രലോഭനത്തിലും പെടാതെ ഒരു 2 വർഷം മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു 3 വർഷം നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇത് ആ ഒരു അത്രയും ടൈം പോലും മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാതെ വരുന്നു. ഇപ്പൊ ഗോൾഡ് കണ്ടില്ലേ, ഗോൾഡ് കയറി പോയ പോക്ക് കണ്ട. ഈ പോക്ക് സമയത്ത് ഒരുപാട് ആൾക്കാർ പോയി ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ ലോസ് ആയപ്പോൾ കുറെ പേര് കരയുന്നു. അങ്ങനെയാണ് മാർക്കറ്റ്. ലോകത്ത് ഒരിക്കലും ഈ പറയുന്ന ഒരു ട്രെൻഡ് തുടങ്ങി ആ ഒരു ട്രെൻഡ് അങ്ങ് കയറി പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പോരുത്. നമ്മൾ ആ ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മൾ ഏർലി സ്റ്റേജിൽ മേടിക്കുക. അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടോ, നിങ്ങൾ മേടിച്ച എമൗണ്ടിനേക്കാൾ കൂടുതലാണ് അതെങ്കിൽ നിങ്ങൾ ഏത് സമയവും അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് എനിക്ക് എക്സിറ്റ് ആവാനുള്ളൊരു വേ കണ്ടെത്തി നിങ്ങൾ ക്ഷമയോടെ നിൽക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ 1000 രൂപയ്ക്ക് ഒരു പ്രോജക്റ്റിലേക്ക് എൻട്രി എടുത്തു, ആ പ്രോജക്റ്റ് 1500 ആയി. നിങ്ങൾ 1350 നിങ്ങളൊരു എക്സിറ്റ് പ്ലാൻ ചെയ്ത് ഇരിക്കണം. അല്ലാതെ നിങ്ങൾ 2500 3000 പോകുമെന്ന് പറഞ്ഞിരുന്നാൽ കാര്യമില്ല. ചിലപ്പോൾ അത് തിരിച്ചു വരാൻ പോണ 500-ലായിരിക്കും. അത് 2000 ഒക്കെ പോകണമെങ്കിൽ പോട്ടെ, അത് 100-ൽ 1% ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ലക്ക് കിട്ടുള്ളൂ. എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. സോ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ചുമ്മാ അനാവശ്യമായിട്ട് നിങ്ങൾ ഫണ്ട് കളയരുത്. പിന്നെ എനിക്ക് ഒരു സജഷനും കൂടെ തരാനുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇവിടെ കേരളത്തിൽ നല്ല രീതിയിൽ ഓഫ്ലൈൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വാൾ സ്ട്രീറ്റ് ഉണ്ട്, നമുക്കൊക്കെ പരിചയമുള്ള ബിനോയ് ബ്രോ. പുള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ 20-25 ദിവസം അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് മാർക്കറ്റ് വർക്കാവുന്നത്, എങ്ങനെയാണ് ചാർട്ട് അനാലിസിസ് ഉള്ളത്. പുള്ളി റീഫണ്ട് അടക്കം കൊടുക്കുന്നുണ്ട്. 25 ദിവസം അല്ലെങ്കിൽ 20 ദിവസം നിങ്ങളവിടെ പഠിച്ചിട്ട് നിങ്ങൾക്കൊരു തേങ്ങയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പുള്ളി റീഫണ്ട് തരാനും തയ്യാറാണ്. നിങ്ങൾ പോയി ചെന്ന് പഠി. ഞാൻ ജെന്യുവിനായിട്ട് എൻ്റെ ഹാർട്ടിൽ നിന്ന് പറയുവാണ്. കാരണം എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കള്ളം പറയാം, ഇന്ന കോയിന് നിങ്ങൾ പോയി വാങ്ങിച്ചു വെച്ചാൽ മതിയത്. ബിറ്റ് കോയിൻ അല്ലാതെ വേറെ ഒരു പ്രോജക്റ്റേയും ട്രസ്റ്റ് ചെയ്യരുത്, ഈവൻ എതീരിയം പോലും. കാരണം എതീരിയത്തിൽ വന്ന ഏറ്റവും വലിയ ഡ്രോബാക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് പറഞ്ഞുതരും, ഞാൻ ഡ്രോബാക്ക് പറഞ്ഞുതരാം. ഒന്ന്, എതീരിയത്തിൻ്റെ ഓണറുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പണക്കാരനാവണം എന്ന ഒരു ഗവൺമെൻറ്റും ആഗ്രഹിക്കത്തില്ല. ഗവൺമെൻറ്റിന് എപ്പോഴും ഈ പറയുന്ന ജനങ്ങൾ ഓവറായിട്ട് ഏൺ ചെയ്യുന്ന ഗവൺമെൻറ്റിന് ഇഷ്ടമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ലോകത്തുള്ള ഒരു ഗവൺമെൻറ്റിനും വാഗ്ദാനങ്ങൾ തരാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി വലിയ ലെവൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിന് ഇന്നൊരാൾക്ക് വോട്ടിടണം, ഇന്നൊരാളെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായ? പക്ഷെ അത് അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ എതീരിയം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു 2.5-3 ലക്ഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴല്ല, ഒരു 3-4 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്കൊരു മൈനിങ് സെറ്റപ്പ് വീട്ടിൽ ചെയ്യാം. ഒരു ഗ്രാഫിക് കാർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു മൈനിങ് സെറ്റപ്പ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഒരു 15,000 രൂപ കറണ്ട് ബില്ലും പോയിട്ട് നിങ്ങൾക്കൊരു ആവറേജ് ഒരു 25,000 രൂപ പ്രോഫിറ്റ് മാസം ചുമ്മാ കിട്ടുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് അന്ന് അറിയാമായിരുന്നു. എന്തുകൊണ്ട് ചൈനീസ് ഗവൺമെൻറ് ചൈനയിലുള്ള എല്ലായിടത്തും റെയ്ഡ് നടത്തി മൈനിങ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് പല മൈനിങ് ഫേമുകളും അവരടപ്പിച്ച് ഗ്രാഫിക് കാർഡുകളെല്ലാം വാരി കത്തിച്ച് പലയിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്തത്? കാരണം ആൾക്കാർ ചുമ്മാ പൈസ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇവർ ഈ പറയുന്ന വിറ്റാലിക്കിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഡിസ്കഷൻ ചെയ്ത് പുതിയ, അതായത് എനർജി കൺസർവേഷൻ പോലും, എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് പ്രൂഫ് ഓഫ് സ്റ്റേക്കിങ്ങിലേക്ക് അന്ന് മാറി. അതായത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നിങ്ങനെയുള്ള ഒരു നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഡെമോക്രസിയെ പോലെ തന്നെ ആയിരിക്കണം. പക്ഷേ ഇതിൽ അവർ തന്നെ തീരുമാനം എടുത്തു, അവർ തന്നെ അങ്ങ് സെറ്റ് ചെയ്തു, അവർ ഡയറക്റ്റായിട്ട് ഇതിനെ അങ്ങ് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറ്റി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ആർക്കും മൈൻഡ് ചെയ്ത് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റാതായി. എന്താ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രകൃതി സംരക്ഷണം. ആപ്പിൾ എന്തുകൊണ്ടാണ് ചാർജർ കൊടുക്കാത്തത്? അവർക്ക് ഷിപ്പ് ചെയ്യുമ്പോൾ ഒരു ഡിവൈസ് കൂടുതൽ വെച്ച് ഷിപ്പ് ചെയ്യാൻ വേണ്ടി, പ്രോഫിറ്റിന് വേണ്ടിയല്ല, ഒരുപാട് ചാർജർ ആൾക്കാരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം വേണമെന്നുള്ളവൻ പൈസ എടുത്ത് മേടിക്കട്ടെ. അതേപോലത്തെ പരിപാടിയാണ് എതീരിയം കൊണ്ടുവന്നത്.
എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ തേങ്ങയാണ്. അങ്ങനെ അവർ ഈ പറയുന്ന പ്രൂഫ് ഓഫ് സ്റ്റേക്ക് വന്നു. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? സാധാരണക്കാരന് എതീരിയം ഇതേപോലെ 2 ലക്ഷത്തിനൊന്നും ഇടാൻ പറ്റൂല. 30 എതീരിയം മിനിമം കൊണ്ടിട്ടാൽ മാത്രമേ അവർക്ക് ഒരു വാലിഡേറ്റർ ആവാൻ സാധിക്കുള്ളൂ. അപ്പോൾ 30 എതീരിയം ഇടാൻ പറ്റുന്ന ആരാ? വെയിൽസ്. അവർക്കേ പറ്റുള്ളൂ, സാധാരണക്കാരന് പറ്റൂല. അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിൻ്റെ കൂടെ പാർട്ണറായിട്ട് 0.1 ചെറിയ എമൗണ്ടോ ഇട്ടിട്ട് പോകണം. എന്നിട്ട് എതീരിയം ചെയ്തത്, അതായത് എതീരിയം എന്ന് പറയുന്ന നെറ്റ്വർക്കിലായിരുന്നു ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് പ്രോജക്ട്സ്, പുതിയ പുതിയ പ്രോജക്ട്സ് അവിടെ ബിൽഡ് ചെയ്തിരുന്നത്. ആ സമയത്ത് എതീരിയത്തിൻ്റെ നെറ്റ്വർക്ക് ഫീ വളരെ കൂടുതലായതുകൊണ്ട് എതീരിയത്തിന് പല ലെയർ 2 പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അന്ന് ലെയർ 2 ബൂമിങ് ആയിരുന്നു. അതായത് ലെയർ 2s എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചത്ത് വീഴും. എത്ര ലെയർ 2 വന്നു. എതീരിയം സിമ്പിളി ചെയ്ത ഒരു അപ്ഗ്രേഡിലൂടെ ലെയർ 2നെ എല്ലാം നശിപ്പിച്ച് ലെയർ 2 എല്ലാം തീർന്നു. എതീരിയത്തിൻ്റെ ഗ്യാസ് ഫീ അങ്ങ് കുറഞ്ഞു. പിന്നെ ലെയർ 2ൻ്റെ ആവശ്യം, അതായത് 100 ലെയർ 2s പണ്ടുണ്ടായിരുന്നതിൽ എതീരിയം ഗ്യാസ് ഫീ കുറച്ചോടുകൂടി ഇപ്പോൾ 5 ലെയർ 2ന് മാത്രമായി പ്രയോറിറ്റി, അല്ലെങ്കിൽ 5 ലെയർ 2 മതിയെന്നായി. ബാക്കിയുള്ള 95 ലെയർ 2 ചത്തു. NFT എത്ര $1 മില്യൺ കൊരങ്ങൻ്റെ പടം വാങ്ങിച്ച് ആൾക്കാർ പൈസ കളഞ്ഞതിന് കണക്കില്ല. ഇപ്പം അതിനൊന്നും ഒരു മുട്ടായിയുടെ വിലയില്ല. ഇതാണ് റിയാലിറ്റി. മെറ്റാവേഴ്സ്, NFT, ഈ പറയുന്ന ലെയർ 2s, ഡീസെൻട്രലൈസ്ഡ്, എന്തൊക്കെ ട്രെൻഡ് മാർക്കറ്റിൽ വന്നു. എത്ര ആൾക്കാരുടെ പൈസ പോയി. ഇനിയും പഠിക്കത്തില്ല. എൻ്റെ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്തോ, തെറി വിളിച്ചോ, എനിക്കൊരു തേങ്ങയില്ല. ഞാൻ 2 വർഷം കഴിയുമ്പോഴേ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴേ ആ കമൻറ്റ് ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ. കാരണം സമയമെടുക്കും. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ബിറ്റ്കോയിനിലേക്ക് ട്രസ്റ്റ് ചെയ്യുക, ട്രേഡിംഗ് പഠിക്കുക. നിങ്ങൾ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ സ്വന്തമായിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. അത് അറ്റ് എ സ്റ്റേജ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഓവർ ലോസിലേക്ക് കൊണ്ടെത്തിക്കേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠി. കാരണം അതായത് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബുക്ക് വായിക്കുന്നതിന് തുല്യമാണ് നമ്മളൊരു പ്രസംഗം കേൾക്കുന്നത്. ഒരു ബുക്കല്ല, ഒരുപാട് ബുക്കുകൾ വായിക്കുന്നതിന് തുല്യമാണ് നല്ലൊരു പ്രസംഗം കേട്ടാൽ. കാരണം ആ ഒരു വ്യക്തിയുടെ നോളജ് ചുരുക്കി നമുക്ക് പറഞ്ഞു തരും. അതുപോലെയാണ്. കാരണം ഓൾറെഡി മാർക്കറ്റിൽ 4-5 വർഷം പക്ക ട്രേഡറാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ട്രേഡിംഗ് അല്ലാതെ വേറെ ഒരു മേഖലയിലേക്കും ഫോക്കസ് ചെയ്യാത്ത ഒരേ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നെനിക്ക് 100% എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന ഒറ്റ ആളേ ഉള്ളൂ, ബിനോയ് ബ്രോ. കാരണം വേറെ എല്ലാവരും പലയിടത്തേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമായിട്ട് കാണാം. പുള്ളി ട്രേഡിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതാണ്. ഞാൻ പൊക്കി പറയുന്നതോ പ്രൊമോഷൻ ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല, ഓപ്പൺലി പറയുകയാണ്. ട്രേഡിംഗ് ആണോ? പോയി ചെന്ന് പോയി ചെന്ന് പഠിച്ചിട്ട് ഒരു സ്കില്ല് ഏൺ ചെയ്യാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾ ഈ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ പറയുന്ന കണക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മാസം ഒരു 5-10%, ചിലപ്പോൾ ഒരു 5%, 3% ഒക്കെ കിട്ടൂ. അത് വച്ച് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അല്ലാതെ വെറുതെ കിടന്നിട്ട് കുറേ പന്ന കോയിൻ്റെ പിറകെ, കുറേ പന്ന പ്രൊജക്റ്റിൻ്റെ പിറകെ, കുറേ പന്ന നെറ്റ്വർക്കിൻ്റെ പിറകെ പോവരുത്. നിങ്ങളെ മുന്നിൽ ഒരുപാട് പേര് വരും. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പണക്കാരനാക്കാം, ഒരു മാസം കൊണ്ട് പണക്കാരനാക്കാം, ഒരു വർഷം കൊണ്ട് പണക്കാരനാക്കാം. ഇത് നിങ്ങളെ പണക്കാരനാക്കാനല്ല, അവനെ പണക്കാരനാക്കാനുള്ള പണിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കണ്ടപ്പോൾ ഇങ്ങനൊരു വ്യക്തിയുടെ ഒരു കഥ കേട്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. കാരണം പുള്ളി പിന്നെ ഒരുപാട് കടത്തിലേക്ക് പെട്ടു, ഒരുപാട് ലോൺ ആപ്പിനെ ആശ്രയിക്കേണ്ടി വന്നു, വീട്ടിൽ പ്രശ്നമായി. കാരണം അറിയാലോ, സ്വർണവും കാര്യങ്ങളൊക്കെ വിറ്റു. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ 95% ആണുങ്ങൾക്കും വിലയില്ല. ഈ ഒരു കാര്യമാണ് ഈ പറയുന്ന ലോകം മൊത്തം, അല്ലെങ്കിൽ അവരെ ഉള്ളിൽ കിടന്ന് പുകയുന്നത്. എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ടിൽ പോയിട്ട് കാര്യമില്ല ഒരിക്കലും. അതായത് എയർലി സക്സസ് ഈസ് എ സ്കാം എന്ന് പറയും. ലോകത്തിൽ ലോട്ടറി അടിച്ച എത്ര പേരുണ്ട് അതേ സ്വത്ത് നിലനിർത്തി കൊണ്ടുപോകുന്നത്? ചെക്ക് ചെയ്യ്. നിങ്ങളുടെ സമൂഹത്തിൽ ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ടുണ്ട്. 1 കോടി, 2 കോടി, 10 ലക്ഷം, 25 ലക്ഷം ഒക്കെ ലോട്ടറി അടിച്ച ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും. അതിൽ എത്ര പേര് ആ പൈസ വെച്ച് വീണ്ടും മുന്നേറി വന്നിട്ടുണ്ട്? ഇല്ല, 1% മാത്രമായിരിക്കും. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വീണ്ടും ബാക്ക് ടു പഴയതിനേക്കാളും വലിയ ലോസിലേക്കാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഈ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ള 2 കാര്യം. നിങ്ങൾക്ക് കടമുണ്ടോ? നിങ്ങൾ ആദ്യം ഒരു പേഴ്സണൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളൊരു ബുക്ക് എടുത്ത് എഴുതുക, എനിക്ക് ഇത്രയൊക്കെ കടമുണ്ട്, എനിക്ക് കടം ജെന്യുവിനായിട്ട് വീട്ടണം.
ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞാൻ ഇനി കടം വാങ്ങിക്കൂല, ഇനി ഞാൻ പലിശയ്ക്ക് എടുക്കൂല. എനിക്ക് 2 ബുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. ഒന്ന് റിച്ചസ്റ്റ് മാൻ ഇൻ ദ ബാബിലോൺ. ഈ ഒരു ബുക്ക് നിങ്ങളും ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. റിച്ചസ്റ്റ് മാൻ ഇൻ ദ ബാബിലോൺ. ലൈഫിൽ എല്ലാവരും, അതായത് ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും വായിച്ചിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം. കാരണം എൻ്റെ അടുത്ത് ഒരു മെൻറ്റർ പറഞ്ഞതാണ്. ആ ഒരു ഒറ്റ ബുക്കാണ് സത്യം പറഞ്ഞാൽ എന്നെ ഈ ഒരു 3 വർഷം ജീവിപ്പിച്ചതെന്ന്. സീരിയസ്ലി പറയാം, ഇതിൻ്റെ അപ്പുറം സിറ്റുവേഷനിലൂടെ കടന്നു പോയി ഇതിനപ്പുറം സൂയിസൈഡ് മെൻറ്റാലിറ്റി വരെ പോയൊരു വ്യക്തിയാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ കേട്ടതാണ്. ഞാൻ കേട്ടത് ഏതാ, കുക്കു FM-ൽ. കാരണം ഞാൻ വണ്ടി ഓടിച്ചു വന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് കുക്കു FM ഓണാക്കിയപ്പോൾ ഈ ബുക്ക് കണ്ടു. അപ്പോൾ എൻ്റെ മെൻറ്റർ എനിക്ക് നേരത്തെ പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് കേട്ട് കളയാം. അങ്ങനെ ഞാൻ റാൻഡമായിട്ട് കേട്ടതാണ്. ആ ഒരു ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാം. ചുമ്മാ രക്ഷപ്പെടാൻ പറ്റില്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ പ്രവർത്തിക്കണം. 2 റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ ഒരു ബുക്ക് വ്യക്തമായിട്ട് മനസ്സിരുത്തി വായിച്ച് അത് പഠിക്കണം. ഈവൻ റോബർട്ട് കിയോസാക്കി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈ 2 ബുക്കാണ് എന്നെ എൻലൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിച്ചത്. ഞാൻ പണക്കാരനൊന്നും ആയിട്ടില്ല, പക്ഷേ എനിക്ക് സൊല്യൂഷൻ അറിയാം. എനിക്ക് ഒരു വ്യക്തമായ ഒരു വഴി അറിയാം. എനിക്ക് ഹോപ്പുണ്ട്. ഈ 3 കാര്യവും ഇന്ന് ആർക്കും ഇല്ല. പറയാനുള്ള ഇത്രയേ ഉള്ളൂ. കുറച്ച് കാട് കയറിയെന്ന് വിശ്വസിക്കുന്നു. ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇതേപോലെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത് കാണിച്ചു കൊടുക്കാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അത് അവതരിപ്പിക്കാം. അങ്ങനെയെങ്കിൽ അവർ ആ ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണും വരെ സലാം.